കഴിഞ്ഞതെല്ലാം മറക്കാതെ നമ്മളൊരു പുതിയ ജീവിതമായിട്ട് കാണും കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എന്ത് ഷൈയാ അത് പോണില്ല, അതിന് ഡോക്ടറെ കാണിക്കാൻ തോന്നുന്നുണ്ട്. അന്നും ഇന്നും എനിക്കായിരുന്നു ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. ആൾക്കാർ വിചാരം ഇപ്പോഴും ഒരു ആക്ടിങ് ആണ്. സത്യം, അതാ ഞാൻ ചോദിച്ചത്, സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഇതിങ്ങി നീട്ടിക്കൊണ്ടായിരുന്നു. 1300ഓളം വീഡിയോസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഇതുവരെ ഞാൻ നെഗറ്റീവ് തമ്പനയിൽ ഇട്ടിട്ടുണ്ടെന്നില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ അതൊരു ശരിക്കും മുതലാക്കി. കാരണം ആൾക്കാർക്ക് എനിക്ക് മനസ്സിലായി, ആൾക്കാർക്ക് നെഗറ്റീവ് ആണ് കണ്ടിരിക്കേണ്ടത്. നിങ്ങളൊരു വീഡിയോ ഉണ്ടെന്നല്ല ഞാന് മണവാള ഞാൻ പിന്നെ അതുപോലെ തന്നെ റോട്ടിൽ കോഴിമുട്ട പൊട്ടിച്ച് പറഞ്ഞു. വെറുതെ 6 മില്യൺ വ്യൂസ് ആണ്. ഒരു 10 രൂപയുടെ മുട്ട പൊട്ടിച്ച് പറഞ്ഞതിന് 6 മില്യൺ വ്യൂസ്. അടുക്കളയിൽ നിന്ന് ചെമ്പ് വെള്ളം കൊണ്ടുപോയിട്ട് വാർപ്പിന്റെ മേലെ കൊണ്ടിട്ട് താഴ്ത്തിക്ക് ഒഴിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ അതിന് കാറ്ററിംഗ് കൊടുത്തു. അമ്മായിമ്മയുടെ മേലേക്ക് മരിയോട് വെള്ളം ഒഴിച്ചു വന്ന് 15 ലക്ഷം ആൾക്കാരാ കൂടിയ കണ്ടിട്ട്. വിഹിതമായത് കൊണ്ട് അത് സുജി പിടിച്ചതുകൊണ്ട് പൊന്നൂസ് സുജി വീട്ടിൽ നിന്ന് പുറത്താക്കി. കുഞ്ചൂസ് വന്നപ്പോ നാത്തൂമ്പോരായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ആവുന്നതിന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജീവിക്കണം, എനിക്ക് എന്റെ മക്കളും നോക്കണം, അങ്ങനെ അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ജീവിക്കരുത്. നമുക്ക് ഞാൻ ഉണ്ടാക്കിയത് നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ഉണ്ടാക്കിയതല്ലേ. എന്റെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. ഞാൻ വീഡിയോ ഇട്ട് എനിക്ക് വേണ്ടി ജീവിക്കണ്ടേ, പിന്നെ എനിക്ക് ജീവിക്കണം. ഇപ്പൊ എന്തായാലും പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് പണ്ട് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. ആ സമയത്ത് നിങ്ങൾ പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ആ ഒരു അങ്ങനെ നമ്മൾ ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ച് 6 വർഷമായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് ആ ഒരു ഇതിന്റെ ഭാഗമാവാൻ നമ്മൾക്ക് വെറൈറ്റി മീഡിയക്ക് കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ബലൂൺ, അതായത് സുജിന്റെ സ്നേഹമാണിത്. അവൻ ഊതി വീർപ്പിച്ച ബലൂൺ ഇത് വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യണം. ഉള്ളു തുറക്കുക അങ്ങോട്ട്, ഇനിയെങ്കിലും ഒന്ന് തുറക്കുക. അയ്യോ ഞാന് പ്രപ്പോസ് ഞാൻ ചെയ്യണോ? പിന്നെ ഞാൻ ചെയ്യണോ? നല്ല പ്രപ്പോസ് ചെയ്താല് ഗിഫ്റ്റ് തിരിച്ചും ഇത് വാങ്ങടി. പെട്ടെന്ന് കിട്ടണം, സത്യം കിട്ടാനായിട്ടാണ്. സത്യമായിട്ട് ഞാനൊരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. നാളെ ഉപ്പുമുളകും എന്നുള്ള സംഗതി അല്ലേ, ഇത് ഫ്ലവേഴ്സ് ടിവിയില്. അതിന്റെ പ്രൊഡ്യൂസർ ഒരു കുരുക്കോ അങ്ങനെ എന്തോ പറഞ്ഞ സിനിമ അപ്പൊ അതിന്റെ ഒരു ഓഡീഷന് പോയി ഞാന്. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് തന്ന ടാസ്ക്, ഒരു ഇവിടെ അടുത്തൊരു പെൺകുട്ടിക്കുണ്ട്, പെൺകുട്ടീനോട് പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യാന്. ചെന്നപ്പോ ഞാൻ നല്ല കട്ടണം നിന്നത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ആ വേർത്ത് കുളിച്ച് ഞാൻ ക്ഷീണിച്ചു. എന്നിട്ട് അതിനോട് പറഞ്ഞു ചെയ്യണ്ട, പുറത്തു പോയിരിക്കാന്. ഞാൻ പുറത്തു പോയിരുന്നു. പിന്നെ വളരെ തുടങ്ങി ഇത് കഴിഞ്ഞതെല്ലാം മറക്കാതെ നമ്മളൊരു പുതിയ ജീവിതമായിട്ട് കാണും കേട്ടോ. അന്നും ഇന്നും എനിക്കായിരുന്നു ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. അങ്ങനെ വളരെ ക്യൂട്ടും നല്ല രസമുള്ള 2 ക്യൂട്ടായിട്ടുള്ള പ്രപ്പോസൽസ് നമ്മൾ കണ്ടു. സുജിനല്ലേ കൊമ്മേഷ് ഉണ്ടെന്നുള്ള, പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എന്ത് ഷൈയാ അത് പോണില്ല, അതിന് ഡോക്ടറെ കാണിക്കാൻ തോന്നുന്നുണ്ട്. എന്ത് ഷൈയാ അതെന്താ അറിയില്ല, സത്യം അറിയില്ല. ഓക്കെ, സുജിൻ ഗിഫ്റ്റ്. പൊന്നോട് പ്രപ്പോസൽ നല്ല രസമുണ്ടായിരുന്നു. അവള് ആഗ്രഹിച്ച ഒരു പ്രപ്പോസലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഉള്ളിൻ്റെ ഉള്ളിന്ന് വന്നു, ഇവിടെ വന്നില്ല, അതുകൊണ്ടാണ്. ഇന്നോ ഓൾ ദി ബെസ്റ്റ്. ഇനി ഡെയിലി രാത്രി പ്രപ്പോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ നല്ല അടിപൊളിയായിട്ട് പ്രപ്പോസലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു ഡൗട്ട്, ഞാൻ നിങ്ങളുടെ
സബ്സ്ക്രൈബേഴ്സിനെ പ്രതിനിധീകരിച്ച് ചോദിക്കാണ്, ബിഗ് ബോസിലേക്ക് പോകാൻ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഭാര്യക്കും ചാൻസ് കിട്ടിയ പോവും. ഇവർക്ക് ഭയങ്കര പേടിയാണ്. ആണോ? എന്താ? ഞാൻ അങ്ങനെ പറയുമ്പോ ചാനലിൽ വാങ്ങി കൂട്ടുന്നുണ്ട്. പോവും. പ്രശ്നം എന്താ കാട്ടം കൊടുക്കുന്നത്? എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വിചാരം ഞാൻ സത്യത്തില് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും എനിക്ക് നല്ല മടിയുണ്ട് എവിടെയും പോയിട്ട് സംസാരിക്കും. ഇപ്പൊ ഞാനൊരു ചെറിയൊരു വീഡിയോ, ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ മുമ്പ് പോലും കൂടി എല്ലാരും കൂടി പോകും. കാരണം എനിക്ക് നല്ല മടിയാണ്. പിൻബലത്തിന് ഒരു വണ്ടി ആൾക്കാരായിട്ടാണ്, 2 വണ്ടി. എനിക്ക് ഭയങ്കര മടിയാണ്. ആൾക്കാർ വിചാരം മറ്റേ ഞാൻ ഭയങ്കര ഇതാണ്. ഏട്ടൻ എന്തിനു ഇറങ്ങിത്തിരിക്കുമ്പോ ഞങ്ങൾ എല്ലാരും ഏട്ടന്റെ ചുറ്റിന് കാണണം. എനിക്ക് ഭയങ്കര മടിയാണ് പെട്ടെന്ന് പോയിട്ട്. ഇപ്പൊ ഞങ്ങള് രാത്രിയൊക്കെ മറൈൻ ഡ്രൈവറൊക്കെ വരുമ്പോഴേ 6 സബ്സ്ക്രൈബ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് മടിയാണ്. ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് എപ്പോഴും പുറത്തോട്ട് നടക്കുക. ഇവർക്കെന്നെ അറിയാം. പുറത്ത് നടക്കുമ്പോ ഞാൻ മാസ്ക് ഇട്ടിട്ടേ നടക്കുള്ളൂ. എന്തോ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം പുറത്തിറങ്ങുമ്പോ. അപ്പൊ ഒന്നൂസിലെ കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കും, ഞാൻ മാസ്ക് ഇട്ടേ നടക്കുള്ളൂ. അവർക്ക് ഭയങ്കര മടി. അപ്പൊ നാട്ടിൽ കൂടെ തന്നെ ഇറങ്ങുമ്പോഴൊക്കെ മാസ്ക് ഇട്ടേ പോകുള്ളൂ. വണ്ടിന്ന് പുറത്ത്, വണ്ടിക്ക് കൂളിംഗ് ഉണ്ട്, പക്ഷെ പുറത്തിറങ്ങുമ്പോ അപ്പൊ മാസ്ക് ഇട്ടിട്ടേ ഇറങ്ങുള്ളൂ. അതുകൊണ്ടല്ല മടി. കാരണം ആൾക്കാരെ സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ചമ്മലാണ്. പക്ഷെ സംസാരിക്കുമ്പോ സന്തോഷാണ്. പക്ഷെ ഭയങ്കര മടി ഉണ്ടാവും. ഇപ്പം നിങ്ങളിങ്ങനെ പൊന്നൂസിന്റെ വീട്ടിലായിരിക്കുമ്പോഴും ആളിടുന്ന വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അപ്പം അതിലെ ക്യാപ്ഷൻസ് ഒക്കെ കാണുമ്പോ ചോദിക്കാറില്ലേ? ക്യാപ്ഷൻസ് ഇങ്ങനെ വന്നപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അതിന് മുമ്പ് കണ്ടിരുന്നില്ല. ക്യാപ്ഷൻസ് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ പഴി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ആൾക്കാർ അതിനടുത്ത് കമന്റ്സ് അങ്ങനെ ആകുമ്പോ ഞാൻ അങ്ങനെ പഴി. അപ്പൊ പിന്നെ അത് എനിക്ക് റിപ്ലൈ കൊടുക്കണല്ലോ. റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചോദിക്കാറുണ്ടോ? ആളോട് ഡയറക്റ്റ് ചോദിച്ചില്ല, ഞാൻ ചേച്ചിനോട് ചോദിക്കുന്നു. അപ്പൊ ക്യാപ്ഷൻസിനോട് ഏട്ടന്റെ മാത്രം താല്പര്യമായിരുന്നു. കമന്റ്സിനെ പറ്റിയിട്ട് സംസാരിക്കരുതെന്ന് എപ്പോഴും എന്റെ വീട്ടിൽ പറഞ്ഞൊരു വർത്താനം ഞാന്. കാരണം ഇവല്ല ബേക്കറി പ്രശ്നം കഴിഞ്ഞതിന് ശേഷം കമന്റ്സ് ആൾക്കാർക്ക് പലതും ഇടും. പക്ഷെ ഇവർക്കെന്നറിയോ എന്തെങ്കിലും പറയുമ്പോ അപ്പൊ പ്രശ്നം. അപ്പൊ പിന്നെ ഞാൻ അതിന് ശേഷം എപ്പോഴും പറയും, എന്ത് കമന്റ്സ് വന്നാലും മൈൻഡ് ആക്കണ്ട. ഇവരൊക്കെ അറിയോ നെഗറ്റീവ് ഉണ്ട് ആ വീഡിയോസിൽ നടന്നു കഴിഞ്ഞാല് അവർ ആ കമന്റ് ഇരുന്ന് ഇങ്ങനെ വായിക്കും. ഞാനിപ്പോ ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് നോക്കുന്നല്ല, നല്ല നെഗറ്റീവ് ഉറപ്പാണ്. നോക്കേ നമ്മൾ അങ്ങനെ. ഞാനെപ്പോഴും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കാണൂല. എന്നാലും ഇവര് എപ്പോഴും പറയും, ഇതാ വീഡിയോ കാണണ്ട, എന്നാ കമന്റിലേക്ക് കൊണ്ട വീഡിയോ കണ്ടോ. പക്ഷെ ഇവര് അങ്ങനല്ല, ഇവര് വീഡിയോ ഇരുന്ന് കമന്റ് വായിക്കും. പക്ഷെ അതൊരു സുഖ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കമന്റ് വായിച്ചോണ്ടിരിക്കും. അത് പക്ഷെ എല്ലാത്തിനും അങ്ങനെ ദേഷ്യം വരില്ല നമുക്ക്. നമ്മൾ പറയുന്നതിന് മക്കളൊക്കെ പറയുന്ന കമന്റ്സ് വരാറുണ്ട്. അതൊക്കെ കാണുമ്പോ നമുക്ക് ഏതൊരു പാരന്റിനായാലും അത് കാണുമ്പോ ഏതൊരു പാരന്റിന് റിപ്ലൈ കൊടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാം. അതായത് നമ്മൾ പറയുന്ന ഒരു പരിധി വരെ നമ്മൾ വിട്ടുകളയും. എന്തെങ്കിലും പറയട്ടെ എന്തെങ്കിലും. മക്കളൊക്കെ രാത്രി കിടക്കുമ്പോ അതെ അതെ ശരി, ഞാൻ എലിയാണല്ലോ കാരണം ദേഷ്യത്തിന് പേടിന് രാത്രി കിടക്കാറ്. ശരി, അത് വളരെ ഇപ്പൊ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു കമന്റ് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ അവിഹിതം ഞാനൊരു ക്യാപ്ഷൻ ഇട്ടു. അത് ഞാനും കണ്ടായിരുന്നു. വിചാരിച്ചില്ല, ഞാനതൊരു ക്യാമല്ല കമന്റ്സ് വന്നപ്പോ അതൊന്നും എടുത്തിട്ടു. എനിക്ക് അപ്പഴും മനസ്സിലായത് നെഗറ്റീവ്. ഞാൻ 1300ഓളം വീഡിയോസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഇതുവരെ ഞാൻ നെഗറ്റീവ് തമ്മിൽ ഇട്ടിട്ടുണ്ടെന്നില്ല. ആദ്യം ഇട്ടത് ആ ബൈക്കിന്റെ പ്രശ്നം, 12 ലക്ഷത്തിന് ബൈക്ക് വാങ്ങിയിടും, പിന്നെ ഇട്ടിട്ടുണ്ടെന്നില്ല ഞാൻ. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ അതൊരു ശരിക്കും മുതലാക്കി. കാരണം ആൾക്കാർക്ക് എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് നെഗറ്റീവ് ആണ് കണ്ടിരിക്കേണ്ടത്. അപ്പൊ അത് ഞാൻ ഇടയിൽ മാറ്റി കൊടുത്തു. ഒരു ദിവസം ആൾക്കാരുടെ ഞാനൊരു കാർ എടുത്തു കൊണ്ട് ഞാനൊരു തമ്പലൈൻ്റെ ഒരു വീഡിയോ എടുത്തു. അതിന് വ്യൂ ഇല്ല. പിറ്റേ ദിവസം ഞാൻ ഒരു പ്രശ്നത്തിന്റെ വീഡിയോ ഇട്ടു. പക്ഷെ വീഡിയോ പറയുന്നത് കണ്ടന്റ് ഞാൻ പറയണത് ഈ ഇന്നലെ ഞാൻ വണ്ടി എടുത്ത് പറഞ്ഞ വീഡിയോ ആർക്കും കാണണ്ട, മറ്റേ അത് കണ്ടോ ആൾക്കാർക്ക് പ്രശ്നം കാണണ്ട്. ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയില് ഞാൻ തമ്പലൈനെ നെഗറ്റീവ് ആക്കി കൊടുത്തു. അതിന് 6 ലക്ഷം 7 ലക്ഷം ഒക്കെ വ്യൂസ്. അപ്പൊ അതിന് ആൾക്കാർ അങ്ങനെ നോക്കിയിട്ടാണ് ആൾക്കാരങ്ങനെ കേറുന്നത്. ഞാൻ പിന്നെ ഈ വീഡിയോസിനെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ആക്കും. കുഴപ്പമൊന്നുമില്ല, നല്ല. ഇപ്പൊ മിഞ്ഞാന്ന് 4 ഫേസ്ബുക്കിൽ അമ്മാവന്മാരുടെ ഒരു കാര്യം പറയാം. അടുക്കളയിൽ നിന്ന് ഒരു ചെമ്പ് വെള്ളം കൊണ്ടുപോയിട്ട് വാർപ്പിന്റെ മേലെ കൊണ്ടുപോയിട്ട് താഴ്ത്തിക്ക് ഒഴിച്ചു. ഞാനിപ്പോഴും പാടെ കറക്റ്റ് 3 മിനിറ്റ് ആക്കിയിട്ട് താഴ്ത്തിക്ക് ഒഴിച്ചു. എന്നിട്ട് ഞാൻ അതിന് ക്യാപ്ഷൻ കൊടുത്തു, അമ്മായിമ്മയുടെ മേലേക്ക് മരിയോള് വെള്ളം ഒഴിച്ചു എന്ന്. 15 ലക്ഷം ആൾക്കാരാ വീഡിയോ കണ്ടിട്ട്. എന്റെ വീട് ഞങ്ങളതുപോലെ രാത്രി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇത് കാട്ടിയിട്ട് ആ വീഡിയോ ഇടും. ഇപ്പൊ ഞങ്ങളിതുപോലെ ഒരു വയനാട് പോവാം. അപ്പൊ ആനീന്നൊക്കെ പോലീസ് ഞങ്ങൾ പോകുമ്പോഴത്ത്
ഇതിനെ കാണാം. അപ്പൊ ഞാൻ പുലിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടു, ഇത് 25 ലക്ഷം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മള് സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയാൻ കിടക്കില്ല. പക്ഷെ യൂട്യൂബിലെ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിലെ അമ്മമാരെ കാര്യം പറയുന്നത്. ഞാൻ വേറെയും കണ്ടു ക്യാപ്ഷൻ, എന്താ നാത്തൂൻ പോരും അമ്മായിമ്മ പോരും പേടിച്ച് പൊന്നൂസ് ഇറങ്ങിപ്പോയി. അല്ല അത് അങ്ങനെയൊക്കെയാണ് കമന്റ്സ് വന്നത്. എനിക്ക് അവിഹിതായത് കൊണ്ട് അത് സുജി പിടിച്ചതുകൊണ്ട് പൊന്നൂസ് സുജി വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് കുഞ്ചൂസ് വന്നപ്പോ നാത്തൂൻ പോരായിട്ട് ഞാൻ കമന്റ് നോക്കാറില്ല. കഴിഞ്ഞാല് കമന്റ് ഞാൻ പിന്നെ മാസം 25-ാം തീയതി നോക്കും ഫണ്ട് ക്രെഡിറ്റ് ആയോന്ന്. അല്ലെ ഞാൻ പറയട്ടെ, ഇപ്പൊ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന വീഡിയോ വേണം, ഞാനത് കൊടുക്കണു, അത്രേ ഉള്ളൂ. നല്ല എല്ലാരും നോക്കി മനസ്സിലാവും, നല്ല വീഡിയോസ് ഇടുന്നതിന് വ്യൂ ഇല്ല. അപ്പൊ എനിക്കെന്നല്ല, മറ്റുള്ള ഏത് ആൾക്കാരെ നോക്കിയാലും എത്ര നല്ല കണ്ടന്റ് ചെയ്താലും അതിന് വ്യൂ ഇല്ല, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നെഗറ്റീവ് വരും. പിന്നെ ഞാൻ നോക്കുന്നത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പൊ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടെനക്ക് നല്ല തെറിയോടി ഉണ്ടായിരുന്നു, അള്ളി വീശി ഞാൻ കൊടുത്തിട്ടുണ്ടായിന് കൊടുത്തു. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് തരണോ, ഇതെന്താ നെഗറ്റീവ് കമന്റ്സിന് മാത്രമേ റിപ്ലൈ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ കൊടുക്കും. ഇപ്പൊ എന്താ അതൊക്കെ എന്തറിയോ, ഒരാളും ഒറിജിനൽ അക്കൗണ്ട് മെസ്സേജ് അയക്കില്ല, കമന്റും ഇല്ല, അതിന് ധൈര്യമില്ല. എല്ലാവരും നെഗറ്റീവ് ഓരോ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് മറ്റേ ആ കമന്റ് ഇങ്ങനെ ഇടും. ഞാൻ അപ്പൊ അവരൊക്കെ വീട്ടിലുള്ളവർക്ക് വിളിക്കും. കാരണം എന്തറിയോ, അവർക്കൊന്നും ശരിക്കുള്ള അക്കൗണ്ടിൽ മെസ്സേജ് അയക്കാനുള്ള ധൈര്യമില്ല. ഞാൻ എന്റെ ശരിക്കുള്ള അക്കൗണ്ടിൽ വിളിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെക്കനെ വിളിച്ചു, അതിൻ്റെ അടുത്ത് എന്റെ അമ്മയ്ക്ക് വിളിക്കണമെന്ന് വെച്ചു. ചെക്കന് വാട്സാപ്പിൽ ഞാൻ ഓനെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടിട്ട് ഞാൻ എന്റെ നമ്പറൊക്കെ വെച്ചു, ഞാൻ വാന്ന്. അപ്പോൾ ഞാൻ മലയ്ക്ക് മാലിട്ടാണ് ഞാൻ വരാന്ന്, മാല ഊരിട്ട് വരാനല്ലേ, അത്രേ ഉള്ളൂ. ആൾക്കാരെ എന്തറിയോ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ തന്നെ മറ്റേ ഓന്റെ DP മാത്രം ഓന്റെ ഫോട്ടോ കൊടുത്തിരുന്നു, പിന്നൊന്നും ഉണ്ടാകുന്നില്ല. അത് സ്ക്രീൻഷോട്ട് അടിച്ച് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഓനെ മെസ്സേജ് അയച്ചു, എന്റെ നമ്പറൊക്കെ അയച്ചു കൊടുത്തു തന്നെ ഈ വാറുണ്ട്. അപ്പം പറയണേ ഞാൻ മാല ഇട്ടിട്ടാണ് മാല ഊരിട്ട്. അപ്പൊ അത്രയുള്ള നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ കമന്റ് ചെയ്യും. നമ്മളിങ്ങനെ മറുപടി അവർക്ക് കൊടുക്കുമ്പോ അവർക്ക് ഇങ്ങനെ കൊള്ളും. സത്യാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി. ഇത് പക്കയാണ്, ഇതിനോട് 100% ഇങ്ങോട്ട് കേൾക്കുമ്പോ നല്ല സുഖമാണ്. ഇഷ്ടപ്പെടില്ല നമ്മളിങ്ങോട്ട് ഇങ്ങനെ വായിക്കാന്ന് പക്ഷെ നമ്മൾ റിപ്ലൈ മാന്യമായിട്ട് കൊടുക്കണം എന്നാണ് അവരുടെ. നല്ലൊരു ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത്, ഞാൻ ഇന്നലത്തെ വീഡിയോ ഉണ്ട്, ഇന്നലത്തെ ഫോട്ടോ കാണാനും ഇവിടെ, അതിൽ ചേച്ചി വന്നിട്ട് സുജിൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സുജിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ചേച്ചി അപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ ചേച്ചി, അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും എന്നെ. അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി മറുപടി പറയില്ല. ആൾക്കാർക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറയാം. ഇപ്പൊ എനിക്ക് പ്രശ്നം കേട്ടോ, ഒറ്റക്കെ കമന്റ് ഒക്കെ കേട്ടോണ്ടല്ലോ. അയ്യോ സത്യം, ഞാനതാ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അനുഭവിച്ചപ്പോ എനിക്ക് അയ്യോ നിങ്ങളൊരു വീഡിയോ ഉണ്ടെന്നല്ലേ ഞാന് മണവാള അല്ലേ, നല്ല ബുക്ക് കിട്ടിയില്ലേ, നല്ലോണം കിട്ടി. പിന്നെ ഇതിന്റെ ഇന്റർവ്യൂസ് കട്ടിങ്സ് എടുത്ത് നോക്കിയാൽ മതി, വേറെ ആരെയും കിട്ടിയില്ല. ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലായി, നെഗറ്റീവ് ആൾക്കാർ ഏറ്റെടുക്കുള്ളൂ. അതെ, പിന്നെ നമ്മള് ഗ്രോ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാ നെഗറ്റീവ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങള് കുറെ അടിപിടി ചെയ്തു എന്ന് പറഞ്ഞു, കുറെ വീഡിയോസ് ക്യാപ്ഷൻസ് ഒക്കെ ഇട്ടോ. അത് നമുക്ക് ഒരു ടാസ്ക് തരാം. ഞങ്ങൾ പണി തരുന്നതിലാണ് ഞങ്ങൾ ബെസ്റ്റ്. ലൈവ് ആയിട്ടോ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ വഴക്കുണ്ടാക്കണം. അയ്യോ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. ഏട്ടനാണ് വഴക്ക് തുടങ്ങാൻ ബെസ്റ്റ്. നിങ്ങൾ ആരാ ആദ്യം വഴക്ക് തുടങ്ങുന്നത്? ഇങ്ങനെ ഇട്ട് തരുന്നതാരാ? ഒരാൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അതിപ്പോ തുടക്കം പ്രശ്നം തുടങ്ങാൻ ഇവളെന്തെങ്കിലും ഇടും. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഞാൻ പറയും, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും, അപ്പൊ ഞാൻ അത് ഇവളിന്റെ ഇങ്ങോട്ട് തട്ടിക്കയറും. അപ്പൊ അങ്ങനെ അങ്ങനെ വർത്തമാനം തുടങ്ങുള്ളൂ എന്ന് അറിയാം. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ട സഡനായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം, കാര്യങ്ങൾ എന്തെങ്കിലും സംഭവം ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം തുടങ്ങി വെക്കാൻ. ഓക്കെ, ഇപ്പൊ പൊന്നൂസ് ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പൊന്നൂസിന്റെ സ്റ്റഡി എന്താ 3 മാസം കൊണ്ട് TTC കഴിഞ്ഞു. അതിപ്പോ കൊറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നപ്പോ വീണ്ടും ഞങ്ങളും വീട്ടിൽ സംസാരിച്ചായിരുന്നു. ഇവള് പെട്ടെന്ന് അവിടെ പോണു,
ചാനലൊക്കെ ഇപ്പോൾ തുടങ്ങിയപ്പോ അതിന്റെ ചാനൽ തന്നെയായിരുന്നു. അതെന്തോ പൊട്ട ബുദ്ധിക്ക് എന്നോടല്ലേ ചോദിക്കണേ? അപ്പൊ എനിക്ക് മറുപടി പറഞ്ഞൂടെ? അപ്പൊ എന്നോട് ആ ചാനലിന്റെ സത്യത്തിൽ ഇന്ത്യ ആയിരുന്നു. കാരണം അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഫോണിലേക്ക് ഇതാക്കി കൊടുത്ത. കാരണം എല്ലാ ചാനലും ഇവിടെ എന്റെ ഫോണിൽ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവള് കൊടുത്താണ്. ഇവളപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാണ് പോയപ്പോ പെട്ടെന്ന് ചാനൽ യൂട്യൂബ് എന്ന സംഗതി ഞാൻ ഉണ്ടാക്കിയതാണ്. വീഡിയോസ് ഇടാൻ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഡെയിലി രാവിലെ ഇവിടെ പോയി ഞാൻ അങ്ങനെ വിളിക്കണം വാ വാ വാ. അപ്പൊ മാത്രമേ അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ പോയപ്പോൾ ഞാൻ വീഡിയോസ് ഇടാന്നില്ലേ? അത്ര തന്നെ ഉള്ളൂ. അത് ഞാൻ ഉണ്ടാക്കിയ ചാനലായിരുന്നു. ഇവിടെ പെട്ടെന്ന് പാസ്വേഡ് മാറ്റിയത് പറഞ്ഞാലും 50,000 50,000 48 എത്ര എല്ലാ സമയം ഉണ്ടാക്കിയത്. അത് ഞാൻ കുട്ടികളുടെ വീഡിയോ ഞാനാണ്. ഓക്കെ, ഒരു അടി ഉണ്ടാക്കുമെന്നുള്ള ടാസ്ക് ചോദിച്ചപ്പോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് അടി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോ നേരത്തെ ചോദിച്ചല്ലോ, ശരിക്കും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോ ഞാൻ എന്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പൊ ഞാൻ അവിടെ സ്റ്റഡീസ് ചെയ്യുമ്പോൾ എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഇടാനായിട്ട് എനിക്ക് എന്റെ സ്റ്റഡീസും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കണ്ടന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ എന്റെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചത്. ഇവിടെ വന്നപ്പോ ഞാനത് നമുക്ക് വേറെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ എപ്പോഴും പക്ഷെ ഫുൾ പ്ലാനിങ് ആയിരുന്നു. സത്യം ഞങ്ങൾക്ക് ഇപ്പോഴും ചെയ്യണു പഠിക്കുകയും ചെയ്യണു. എന്റെ പെങ്ങളോട് ചോദിച്ചു അവള് പഠിക്കാനൊക്കെ ചോദിച്ചു എല്ലാം കരുതി കൂട്ടിയിട്ടാണ്. ഞാൻ ഓടും എന്റെ കുട്ടികളുള്ളടത്തല്ലേ. അല്ല എനിക്ക് എന്റെ സ്റ്റഡീസ് നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ആവുന്നതിന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ആവുന്നതിന് വെച്ചാൽ അപ്പൊ ആൾക്കാർ വിചാരം ഇപ്പോഴും ആക്ടിങ് ഞാൻ ചോദിച്ചത് സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഞാൻ തിങ്ങി നീട്ടിക്കൊണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ക്രിപ്റ്റഡ് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ ഇഷ്യൂ പിന്നെ അതായതുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നമുക്ക് മക്കളുണ്ട്. ഞാൻ അപ്പൊ അങ്ങനെ ചിന്തിച്ചു എനിക്ക് ജീവിക്കണം, എനിക്ക് എന്റെ മക്കളും നോക്കണം. അങ്ങനെ അപ്പൊ നമ്മളെന്തായാലും നമുക്ക് എപ്പോഴും നമ്മുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനത്തെ പല ചിന്തകളും എനിക്ക്. അപ്പൊ ഞാൻ വേഗം സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ MTTC ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ സോഷ്യൽ മീഡിയ അതിലേക്ക് എനിക്ക് ഞാൻ ഇൻസ്റ്റയായിട്ട് ഇങ്ങനെ പോവാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു പ്ലാനിങ്. അതിലേക്ക് ഇങ്ങനെ വരണം എന്ന് എനിക്ക് ഒട്ടും താല്പര്യം. കാരണം യൂട്യൂബ് അങ്ങനെ എനിക്ക് ആ സമയം കൊണ്ട് യൂട്യൂബ് എനിക്ക് മടുത്ത പോലെ. അപ്പൊ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും എന്നെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ കുറെ പല കമന്റ്സ് ആയി. ഞാൻ അങ്ങനെ ഏതുകൊണ്ട് ഇങ്ങനെ ഏതുകൊണ്ട് പൊന്നൂസ് പോയത് അങ്ങനെ പല കമന്റ്സ് ഒന്നും. പിന്നെ എല്ലാവരും എന്നോട് ഇൻസ്റ്റയിൽ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി, പൊന്നൂസ് എന്താ അതിന് പ്രോപ്പർ റിപ്ലൈ പൊന്നൂസ് കൊടുക്കാത്ത, എന്താ പൊന്നൂസിന് ചാനൽ തുടങ്ങിക്കൂടെ. അങ്ങനെ എനിക്ക് തോന്നിയാ എന്തുകൊണ്ട് എനിക്ക് ചാനൽ ഇത് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തൊരു ജോലിക്ക് എത്തുന്നവരെ എനിക്കൊരു ഏർണിങ്സിനുള്ള ഒരു മാർഗം കൂടി ആവൂലേന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ പാസ്വേഡ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കിഡു ആനിവ എന്നുള്ള ചാനൽ. അതിപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റഡീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ചേർന്നത്. കാരണം മക്കളോട് ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡേ ഫുള്ളൊന്നും ചിലപ്പോൾ എന്നെ കാണാതെ ചിലപ്പോൾ മേ ബി എന്റെ വീട്ടിലായതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിയുമ്പോൾ അവരങ്ങനെ ഇരിക്കുമായിരിക്കും, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ എന്റെ വീട്ടിലപ്പോൾ ഒരു ഡേ ഒന്നും ഫുൾ അവരെന്നെ അങ്ങനെ കാണാതിരിക്കത്തില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ചേർന്നത്. പിന്നെ ഞാൻ എന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന് മാത്രമാണ് ഞാൻ പിന്നെ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ അവിടെ നിന്ന് വിട്ടുന്നത്. അത് പിന്നെ നമ്മൾ ഒരു ടീച്ചർ എന്ന പ്രൊഫഷനിലേക്ക് കിടക്കുമ്പോൾ ട്രെയിനിങ് ഒക്കെ ഒരു 1 ഡേ എന്തായാലും 8 മണി to 4 മണി സ്കൂളിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ആ ട്രെയിനിങ്ങിന്റെ ആ ഡേയ്സിൽ മാത്രമാണ് ഞാൻ അവരെ വിട്ടു നിന്നത്. അല്ലാത്ത പക്ഷെ ഓൺലൈൻ ഇപ്പോഴും ഉണ്ട് ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കാര്യമാണോന്ന് അറിയില്ല. എന്താ ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അടിച്ചെന്ന് വിളിക്കുന്നു എല്ലാരും കൂടി രാത്രി. വീട്ടിലെടുത്തൊരു വീഡിയോ ആൾക്കാർക്ക് എന്താ തമ്പലാണ് നോക്കുമ്പോ ആൾക്കാരെ നമുക്കിപ്പോ എന്തായാലും ഞാൻ ഇപ്പൊ എന്തായാലും നമ്മളെന്തായാലും ചെറ്റത്തരൊന്നും കാണിക്കുന്നില്ല. ഞാൻ എന്തായാലും എന്റെ വീട്ടിലത്തെ ഓരോ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് മാസം പൈസ കിട്ടും എന്നുള്ള ചിന്ത മാത്രമല്ല. അല്ലാണ്ട് ഇപ്പോ നല്ലത് ചെയ്യുമ്പോ അതിന് നല്ലത് വരണമെങ്കിൽ കുഴപ്പമില്ല ഇല്ലേ. ഇപ്പൊ ഞാൻ ആ ബേക്കിന് പ്രശ്നം വന്നപ്പോ ഞാൻ മാസം ഫണ്ട് കിട്ടുമ്പോ ഈ വൃദ്ധസദനം ഓരോ സ്ഥലത്തേക്ക് മാസം ഫണ്ട് കൊടുക്കണമെന്ന് ഞാന്. പക്ഷെ അത് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ അതിപ്പോ നമ്മള് മോശം വെച്ചിട്ട് ആ ബേക്കിന്റെ പ്രശ്നം വന്നപ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമായി. ആൾക്കാര് അണക്ക് കിട്ടുന്ന ഒറ്റയ്ക്ക് ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിറ്റത്തെ മാസം ഞാൻ ആ കൊടുക്കണത് ഞാൻ അതിന്റെ എല്ലാം കാണിച്ചു. ആൾക്കാര് ഇത് കാണിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവാണ്. പിന്നെ പറയില്ല ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒന്നും കേൾക്കില്ല. ഞാൻ പിന്നെ അതുപോലെ തന്നെ റോട്ടിൽ കോഴിമുട്ട പൊട്ടിച്ചു പറഞ്ഞു വെറുതെ. 6 മില്യൺ വ്യൂസ് ആണ്.
ഒരു 10 രൂപയുടെ മുട്ട പൊട്ടിച്ച് പറഞ്ഞതിന് 6 മില്യൺ വ്യൂസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്കാർ ഇപ്പം എന്തായാലും ഇപ്പൊ അറിയാൻ പറ്റുമല്ലോ, ഇപ്പൊ ഓൾറെഡി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും തംബ്നെയിൽ ഇടുന്നതും വീഡിയോയും തമ്മിലൊരു ബന്ധമില്ലാന്ന്. അത് അറിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു റെസ്പോൺസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് അവരത് ക്ലിക്ക് ചെയ്തിട്ട് അത് പോസ് ചെയ്തിട്ട് കമന്റ് വായിക്കില്ലേ, ആ ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫണ്ട് കിട്ടും. കാരണം യൂട്യൂബിൽ സെക്കൻഡിന് പോലും കൂടി പേയ്മെന്റ് കയറും. ഫേസ്ബുക്കിൽ നമുക്ക് 1 മിനിറ്റ് വീഡിയോ കാണണം, അപ്പോഴേ പേയ്മെന്റ് കിട്ടുള്ളൂ. മാസം പൈസ കിട്ടും, ഒന്നും കുഴപ്പമില്ല അല്ലേ. അവർക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ വിളിക്കാൻ മതി, പക്ഷെ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അത് നമ്മൾ സെലിബ്രേറ്റ്. ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ വീടുന്ന മക്കളെങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിന് റിപ്ലൈ വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ നമ്മുടെ മക്കളെ നോക്കാൻ നമുക്കറിയില്ല, അപ്പൊ അവരുടെ ആദ്യം ഇത് വേണ്ട, നമുക്ക് നമ്മുടെ മക്കളെ. അപ്പം എന്താണ് അതിന് പറഞ്ഞപ്പോൾ അവർ നിങ്ങളൊരു സെലിബ്രേറ്റ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു സെലിബ്രേറ്റ് ഇല്ല, സാധാരണ എല്ലാവരുടെ പോലെയും വികാരങ്ങളും ഉന്മേഷവും എല്ലാം വരുന്നവരാണ്. അപ്പം നമുക്കിപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കേട്ടേക്കും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഹേർട്ടാവാൻ തുടങ്ങും. മക്കളെയാണ് പറയുന്നത്, അപ്പൊ കേൾക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് വിഷമമല്ല, അപ്പം നമ്മൾ സ്വഭാവമായിട്ട് റിപ്ലൈ. അപ്പൊ ആ റിപ്ലൈ മാന്യമായിട്ട് വേണമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം മക്കൾ പറഞ്ഞ റിപ്ലൈ നമുക്ക് മാന്യമായിട്ട് തിരിച്ചു പറയണമെന്ന് വിചാരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഡെയിലി പ്രൊമോഷൻ എടുക്കാം. നമ്മളിൽ 75% പെണ്ണുങ്ങളാണ്, ഫീമെയിലാണ് വീഡിയോസിന്റെ ഇതുള്ളത്. നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റല്ലോ. ഇഷ്ടംപോലെ പ്രൊമോഷനുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് അള്ളി വീശി ചെയ്യാം, പൈസ വാങ്ങിയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ചെയ്യാറൊന്നുമില്ല, നമുക്ക് തോന്നുന്നത് എന്തായാലും നല്ലത് മാത്രമേ ഞങ്ങൾ പിന്നെ ഫുൾ വീഡിയോക്ക് മാത്രമേ പ്രൊമോഷൻ ചെയ്യുള്ളൂ. ഈ ഇന്റഗ്രേറ്റഡ് വീഡിയോ ഉണ്ടല്ലോ ഇടയില്ല, അത് അങ്ങനെ ഞങ്ങൾ ചെയ്യാറൊന്നുമില്ല. അത് പറയാ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടണു, മാസം ഫണ്ട് കിട്ടണു, അത്രേ ഉള്ളൂ. വേറെ ആയിട്ടുള്ള വേറൊരു പരിപാടിയില്ല. പിന്നെ അത്രയും ജെന്യൂൻ ആണെന്ന് തോന്നണം ഞങ്ങൾക്ക് പ്രൊമോഷൻസ് എടുക്കാൻ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ട് അതിനെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട്, കുറെ പേരുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിനെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്കത് തോന്നണം ഞങ്ങൾ ചെയ്യുന്ന കാര്യം ജെന്യൂൻ ആണ്. വയനാട്ടിൽ നിന്ന് ഒരു റിസോർട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇതിന്റെ ഫുൾ വീഡിയോ കറക്കി അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം നോക്കും, കാരണം ഒരിക്കലും നമ്മളിങ്ങനെ തംബ്നെയിൽസ് ഇടുന്നതല്ലാണ്ട് ഒരിക്കലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ അവർക്ക് ദോഷം വരുന്ന രീതിയിലേക്കൊന്നും നമ്മുടെ വീഡിയോ ഒന്നും ആവരുത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. വീഡിയോന്റെ ക്യാപ്ഷൻ ഒക്കെ ഞാനാണ്, ഇവർക്ക് ഒരു ബന്ധമല്ല, എല്ലാത്തിന്റെ ഉത്തരവാദി അതൊക്കെ ഞാനാണ്. കാരണം ഇവർക്ക് ഇപ്പൊ പെങ്ങളെ കുറിച്ച് ചിലപ്പോൾ എന്നോട് ചൂടാവാറുണ്ട്. അപ്പൊ അളിയനെ വിളിച്ചിട്ട് അതിൽ കൂടി പോയില്ലേ, ഇല്ല കമന്റ് നോക്കണ്ട, ഞാൻ പറയാം ഞാനത് നോക്കാറില്ല. എന്റെ ആ ഒരു ബേക്കിന്റെ പ്രശ്നം വന്നപ്പോ ഇന്നെ വിളിച്ച് തീർക്കി കണക്കില്ല. ആ സമയത്ത് ഞാൻ സത്യം നല്ല ഇതായിരുന്നു, നല്ല വിഷമമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു പുതിയ ലൈഫാണല്ലോ, ഇപ്പം രണ്ടാമത് റീജോയിൻ ചെയ്തു, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു ന്യൂ ലൈഫ് അല്ലേ? അപ്പം എന്തൊക്കെയാണ് പണ്ടുണ്ടായതിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പൊ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഡെയിലി രാവിലെ ചായക്ക് കടി ഉണ്ടാക്കണ്ടേ വിളിപ്പോ ഒന്ന് പോയിക്കിടന്നു. പണ്ടുണ്ടാക്കില്ലായിരുന്നോ? ആദ്യം ഉണ്ടാക്കില്ലായിരുന്നു ഞാൻ, പണ്ടുണ്ടാക്കില്ലായിരുന്നു. എനിക്കറിയില്ല പറയും. ആദ്യം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇറങ്ങിയ വ്ളോഗ് എടുക്കലായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വ്ളോഗ് എടുക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും വ്ളോഗ് എടുക്കുക അങ്ങനെ ഒരു മൈൻഡ് വിട്ടു. അങ്ങനെ നമുക്ക് വേണ്ട പ്രൈവസി നമുക്ക് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങളുടെ പേഴ്സണൽ ടൈം എന്തിനാ ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് വരാൻ തുടങ്ങി. അങ്ങനത്തെ കുറെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ആയാലും അവരുടെ ഷെയറിങ് ആയാലും മക്കളുടെ കൂടെ 2 പേരും കൂടി ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയാലും അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് ഞങ്ങളുടെ ഇടയിൽ വന്നു. പിന്നെ ആർഗ്യുമെന്റ്സ് നിന്നു, അങ്ങനെ കുറെ ചേഞ്ചസ് വന്നു ഞങ്ങളുടെ ഇടയിൽ. അത് ഞങ്ങൾ തന്നെ സംസാരിച്ച്, അതിന്റെ ഇടയിൽ വിഷ്ണുട്ടൻ ഒരാളുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ തന്നെ അളിയനാണ് മെയിൻ കാര്യം. അങ്ങനെ ഒരാള് നമ്മളെ ഇടയിൽ സംസാരിക്കാനില്ലായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇപ്പൊ ഇവിടെ വീട്ടിലത്തെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും ഒക്കെ ഇതാക്കുക എന്നുള്ള ചിന്ത. പക്ഷെ അളിയൻ കറക്റ്റ്, അളിയനും പെങ്ങളും കറക്റ്റ് ആയിട്ട് അളിയനാണ്, അളിയ ഇടപെടുകൊണ്ടാണ് സത്യം പറഞ്ഞ പ്രശ്നം തീർന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിക്കണം, ആദ്യം പൊന്നിനോട് ചോദിക്കാം, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മളല്ലേ കേൾക്കാൻ കാത്തിരിക്കുക. ഞാൻ ഒരു ചാനൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മള് ഭാര്യമാർക്ക് തന്നെ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ലക്ഷങ്ങളുടെ ആഗ്രഹമൊന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അവരുടെ കെയറിങ്, അവരുടെ ഒരു ലവ്, അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. അതൊക്കെ കിട്ടിയാൽ തന്നെ ഏതൊരു ഭാര്യയും ഒരു 90% ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ പിള്ളേർ നോക്കുക, അതിനിടയിൽ നമുക്ക് അതിന്റെ ഇതിന്റെ ഇടയിൽ ഇവർക്ക് തോന്നും
ഓ ഇവൾക്ക് ഇപ്പോൾ എന്താ പണി അങ്ങനെ എന്തായാലും മൈൻഡൊക്കെ ഹസ്ബൻഡ്സിന് ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മൾ എത്രത്തോളം പ്രഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഡിപ്രഷനിലാവും നടക്കണ്ടാവുന്ന അത് നമുക്ക് മാത്രമേ. കാരണം പിള്ളേർ ഇപ്പൊ എനിക്ക് 2 സെയിം ഏജ് 2 പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഇതും നമുക്ക് വീട്ടിലത്തെ സ്റ്റഡീസ് എല്ലാം കൂടി പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യണ്ടാവുന്ന അത് എനിക്ക് മാത്രമേ. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിക്കുക കുറച്ച് നേരം ഏട്ടൻ എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള കുറച്ച് ടൈം, ഏട്ടൻ എൻ്റെ കൂടെ സംസാരിക്കുന്ന കുറച്ച് ടൈം, ഏട്ടൻ കുറച്ച് കാര്യം, അതൊക്കെ നമ്മളെ ഭാര്യമാർക്കാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ കിട്ടിയാൽ തന്നെ നമ്മൾക്ക് പരിധി പ്രശ്നങ്ങൾ. പിന്നെ ഒരു ഹാപ്പി വൈഫ് ഉണ്ടെങ്കിൽ ഹാപ്പി ഫാമിലി ഉണ്ടായിരിക്കും ഗൈസ്. അത് ഞങ്ങൾ തിരിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഇപ്പൊ ഇന്ത്യ ചില സമയത്ത് എന്തറിയോ, ഇപ്പൊ ഇന്റെ മാത്രം മറ്റുള്ള ഭർത്താക്കന്മാരെ പറയില്ല. എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ടെൻഷൻ വന്നാ പിന്നെ ഇന്റെ അടുത്ത് വർത്തമാനം പറയരുത്. എനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കും. ഇന്റെ കാര്യം പറയണത് മറ്റുള്ള ആൾക്കാരുടെ കാര്യമല്ല. ഇപ്പൊ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ വീട് പണി, ഇപ്പൊ പൈസയുടെ ടേറ്റുകൾ ഉണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ പറയുന്ന ചിലപ്പോൾ പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് 5-ാം തീയതി വണ്ടിയുടെ അടവാണ്, 45,000 റുപ്യ അടവ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ അതിന് ടേറ്റിലായിരിക്കും. ആൾക്കാരെ ചില മാസം ലക്ഷങ്ങൾ എന്നാണ്, ചില മാസങ്ങളിൽ അപ്പൊ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആരും ഇവിടെ ചിലപ്പോൾ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോ ഇവിടെ പറഞ്ഞ ശരി തന്നെയാണ്. പെട്ടെന്ന് എനിക്ക് തിരിച്ചിട്ട് ഇവിടുത്തെ സ്നേഹത്തോടെ അത് മറുപടി പറയാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ ചിലപ്പോൾ ആ പ്രഷറിൽ ഇരിക്കുന്നു, പെട്ടെന്ന് ഇവിടെ അടുത്ത് ഒന്ന് പോയിക്ക് അവിടുന്ന് ഞാൻ അങ്ങനെ ചൂടായിട്ട് ചിലപ്പോൾ പറയും. അപ്പൊ അവൾക്ക് അത് പെട്ടെന്ന് വിഷമം പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് നമ്മളുടെ ഞങ്ങളത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു ഞങ്ങൾ അങ്ങോട്ട് ആരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയുന്നതുകൊണ്ട് പിന്നെ എന്റെ സിറ്റുവേഷൻ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഈക്വലി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ. പിന്നെ ഇവളാണെങ്കിൽ ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും കൂടി ഇവള് പിന്നെ അത് കണ്ടറിഞ്ഞിട്ട് വന്നാൽ പിന്നെ അത് സംസാരിക്കൂല. ഇവളെ 6 കൊല്ലമായി. ഇപ്പൊ അത് ഇവളെ കൂളായിട്ട് തന്നെ പറയുള്ളൂ. അപ്പൊ ഞാൻ പറയാറുണ്ട് മൈൻഡ് ശരിയല്ല, ഒതുങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് മൂഡ് ശരിയല്ലെങ്കിൽ ഞാൻ മിണ്ടാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുള്ളൂ. അപ്പൊ ഇവള് സ്നേഹത്തോടെ തന്നെ ആയിരിക്കാം. വന്നിട്ട് ഇങ്ങനെ ഓരോ പറയുമ്പോൾ എല്ലാരും മൈൻഡ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ ഇതുപോലെ ചെയ്യരുത്. അതാണ് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പറയാം. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ പോയി മക്കളുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്. അപ്പം ഏട്ടന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വീടിന്റെ ഡോറിന്റെ പുറത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് കയറും. അതാണ് ഇപ്പൊ തുടമ്പടി. എന്തെങ്കിലും ടെൻഷൻ പിന്നെ എന്താ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏട്ടനോട് ഏട്ടൻ ഞങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്യും എന്ത് ഇതുണ്ടെങ്കിലും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അത് സോൾവ് ചെയ്യാനുള്ള ഇത് നോക്കുക. അതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവളും പെങ്ങളും അളിയനൊക്കെ വിളിച്ച് ചോദിച്ചാൽ ഒരു വണ്ടി ഞാൻ പറയാം, ഒരു വണ്ടി ഒരു ഫോണിലൊക്കെ എല്ലാവർക്കും വിളിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ച പോലും കൂടി ഇവർക്കൊക്കെ വിളിച്ച് ചോദിച്ച അഭിപ്രായം ചോദിച്ചിട്ടാണ് അതിന്റെ ഇഷ്ടത്തിന് ഞാന് പോവാ വാ അങ്ങനെ പറയുന്നില്ല. എല്ലാരും ചോദിച്ച എല്ലാരും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ചോദിച്ചുള്ളൂ. അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ടുപേരും കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം പ്രപ്പോസൽസ് എന്തായാലും വരൂലേ? വല്ലതും വരാറുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ചേട്ടന്റെ ഫാനാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ പൊന്നുടെ ഫാനാന്നൊക്കെ പറഞ്ഞു ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്റെ പെങ്ങളിനെ താട്ടാന്ന് വിളിക്കുക. നമ്മൾ ആ സൈഡൊക്കെ വള്ളവനാടൻ സൈഡൊക്കെ ഇങ്ങനെ താട്ടാന്ന് ഏട്ടനാണ്. അപ്പൊ എന്റെ പെങ്ങള് താട്ടാന്ന് വിളിക്കുക. അതങ്ങനെ ഈ മറ്റേ കുട്ടികള് നമ്മള് യൂട്യൂബ് വീഡിയോ കാണുന്ന ചെറിയ ചെറിയ കുട്ടികളൊക്കെ, അപ്പൊ അവരൊക്കെ അങ്ങനെ വിളിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരും അങ്ങനെ ഏട്ടാന്നുള്ള രീതിക്ക് സംസാരിച്ചേ വരുള്ളൂ. അങ്ങനെ കൂടുതൽ മെസ്സേജ് ഒക്കെ അയക്കുമ്പോ അവനാണ് അതൊക്കെ നോക്കുന്ന ആളല്ലടാ ബാസി. അത് അങ്ങനെ ഒന്നും വരാറില്ല. അല്ല അങ്ങനല്ല, ഇവൾക്ക് വരാറുണ്ട്. ഇവൾക്ക് കോഴി മാമന്മാര് എന്തൊക്കെയായിരുന്നു പക്ഷെ അത് നമുക്ക് അറിയാം. കോഴിത്തരം വെറുതെ ഞാൻ ഇവളോട് തെറ്റി കഴിഞ്ഞാല് പോട്ടെ മോളെ സാറില്ല മറ്റേ ചെല്ലോ ഐ ലവ് യു ചെല്ലോ. അപ്പൊ എനിക്ക് കോമഡി ഞാൻ അപ്പൊ സ്ക്രീനോട് ചേച്ചിക്ക് അയച്ചു കൊടുക്കും. ഞങ്ങൾ വായിച്ചിന് വെറുതെ ചിരിക്കും. ഞങ്ങൾ അതൊക്കെ വിട്ടു കളയും. അതൊക്കെ നമുക്കൊരു സിൻസിയർ ലവ് എന്നൊക്കെ അതിനെ പറയാൻ പറ്റില്ല. വെറുതെ അവർക്കും ഒരു രസം, അത് വായിക്കാൻ എനിക്കൊരു രസം. അങ്ങനെ എന്നാലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് മെസ്സേജ് അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് കൂടെ അറിയുവരും. അത് കല്യാണത്തിന് ശേഷം ഇപ്പൊ ഒരു വർഷം മുന്നേ വീട്ടിക്ക് ഞങ്ങള് വീടിന്റെ വാർപ്പ് കഴിഞ്ഞ അപ്പൊ നനയ്ക്കാൻ വേണ്ടിട്ട് ഞാനും അമ്മയും കുട്ടികളും പാടെ ശരിക്കും ഉണ്ടായതാണ്. മറ്റേ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8 മണി 8:30 രാവിലെ ഇറങ്ങുക ഞാനും അമ്മയും കുട്ടികളും. അപ്പൊ ഇവിടെ വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് വിട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ പോയിട്ട് വരാറുണ്ട്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ അവിടെ വീട് പണി കഴിഞ്ഞിട്ട് അവിടെ വാർപ്പ് നനച്ചോണ്ടിരിക്കും. ഇവിടെ വിളിക്കുന്നു ഏട്ടാ പെട്ടെന്ന് ഓടി പോകാൻ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് എന്റെ മഞ്ചകത്തെ ഏട്ടന്മാരെ കൊണ്ടുവന്നു. എല്ലാരും പാടെ ഓടി വീട്ടിൽ നിന്ന് ഇവിടെ വരണു
ഒരാള് വീട്ടിലേക്ക് വന്നിട്ട് റെഡി ആള് എന്നോട് ചോദിക്കണം. ആള് നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെ നമ്മള് ഇറങ്ങി വരുമ്പോ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് ആദ്യം കാണും. ആദ്യം എന്താ താമസിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കളയുടെ ജനലിന്റെ അവിടേക്ക് വന്നിട്ട് നോക്കുക, അത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരാള് വന്നിട്ട് ഇങ്ങനെ ജനലോട് വന്നിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചു. അപ്പൊ ഞാനപ്പോ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക അടുക്കള. അപ്പൊ ഞാൻ ആ സബ്സ്ക്രൈബേഴ്സ് ആള് പറഞ്ഞ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ആള് ബാക്കി ഒന്ന് ഞാനപ്പോ ബാക്കിലേക്ക് നിന്ന് ഡോറിനോട് ചെന്നപ്പോ ആള് സ്റ്റെപ്പ് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു ഏട്ടനൊന്നും ഇല്ല. എന്നോട് വെച്ച് പൊന്നു സബ്സ്ക്രൈബർ ആണ്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ അമ്മ ഇന്നിവിടെ ഇല്ല, അവരെ വീടിന്റെ അടുക്ക. അപ്പൊ അത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അത് ഏട്ടന്റെ കളി. അത് ആളെന്നെ എടുത്ത വെച്ചെന്ന് പറയാം, എന്നാ പൊന്നു വായ എന്റെ കൂടെ വായോ, സുജി വരുമ്പോഴേക്കും നമുക്ക് പോവാ എന്റെ കൂടെ വായോ. അത് വേഗം ഞാൻ വാതിലെ കടച്ച് വേഗം കരഞ്ഞു. അതിന്റെ കുറച്ച് ദിവസം മുന്നേ രാത്രി ഒരു 2-2:30 മണിക്ക് വീടിന്റെ വാതിലും തട്ടിയിട്ട് സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. അത് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. കാരണം രാത്രി പോലീസൊക്കെ വന്ന് വീട്ടിക്ക് അവര് 2:30 മണിയിലെ 2:30-3 മണി കഴിഞ്ഞു വീട്ടിക്ക് വന്നു. സബ്സ്ക്രൈബർ ഒരു ചങ്ങായി വീട്ടിക്ക് വന്നിട്ട് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പോലീസിനെ വിളിച്ചു. അങ്ങനെ തന്നെ അതല്ലാതെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ വല്ലതും. ഇതാണ് ഞങ്ങളുടെ ലൈഫിൽ എനിക്കൊരു ഇൻസിഡന്റ് ആയിട്ട് ഇങ്ങനെ ഓർമ്മയിൽ എപ്പോഴും അതൊരു പേടി സ്വപ്നമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാൾ നമ്മുടെ ഇറങ്ങി വായി സുജി വരുമ്പോൾ നമുക്ക് പോവാന്ന് പറയുമ്പോൾ അന്ന് വേഗം ഏട്ടനെ കരഞ്ഞു നോക്കി, ഏട്ടനെ വേഗം കരഞ്ഞു വിളിച്ചു. ഞാൻ പിന്നെ നല്ല കുട്ടിയാ അതല്ലേ, ഒന്നുമില്ല. നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്. കുറെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ്സിൽ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യും, അതിനൊക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല ചെയ്യാറില്ല. ഞങ്ങളെ പ്രശ്നം വന്നിട്ട് കുറെ ആൾക്കാരുടെ ചാനൽ മോട്ടിവേഷൻ ആയിട്ടുണ്ട്. വീഡിയോ ഞാൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ വീഡിയോസ് ഇട്ടിട്ട് മോട്ടിവേഷൻ ആയിട്ട് അത് എന്റെ അടുത്ത് റെഡിയാക്കി തരാൻ പറയവര് കുറെ ആൾക്കാര്. എനിക്ക് വേണമെങ്കിൽ കോപ്പറേറ്റും സ്ട്രൈക്ക് ഒക്കെ കൊടുക്കാം. കാരണം ഞങ്ങളെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാനും അത് ഏണിങ്സ് ഉണ്ടാക്കണല്ല. ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോ എന്തെങ്കിലും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇഷ്ടം പോലെയാണ്. എനിക്ക് നല്ല ദേഷ്യം വന്നാലാണ് അവർക്കെതിരെ ഞാനും ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഒരു സെക്കൻഡ് ചാനൽ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ അവർക്ക് തിരിച്ച് എങ്ങനെ പറയാം കൊടുക്കൊന്നുമില്ല, നമ്മൾ തിരിച്ച് വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ അതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒരു 4-5 വീഡിയോ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇപ്പൊ എത്രയും കാലം ചെയ്തിട്ടുണ്ടെന്നില്ല. പ്രശ്നം വരുമ്പോഴൊക്കെ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാറില്ല. അവരിപ്പോ എന്താ അവരും ഇതേപോലെ ഒരു ചാനൽ ഇപ്പൊ പറഞ്ഞ യൂട്യൂബ് ചാനൽ പറഞ്ഞ ഷോർട്സ് ഇട്ട ടെക്കിന് മോണ്ടേഷൻ നമുക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം വ്ളോഗ് ഇട്ടിട്ട് തന്നെ കറക്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് 7 മണിക്ക് തുടങ്ങിയതാണ് വീഡിയോസ് ഇടല്. ഇപ്പോഴും 7 മണിക്ക് ഇടുന്നത്. ഞാൻ ഇടുന്ന വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചാനൽ ഉണ്ടാക്കി എത്തിക്കേണ്ട നല്ല ടെൻഷൻ ഉണ്ട്. അത് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്ക് പറഞ്ഞാൽ എന്താ ഒരു 10 മിനിറ്റ് വീഡിയോ ഇടുന്ന മാസം പൈസ കിട്ടുന്നു. ഇപ്പൊ രാവിലെ എണീറ്റ് ഇങ്ങനെ ആലോചിക്കും എന്താ കണ്ടന്റ് ഉണ്ടാക്കുകയെന്ന്. നമ്മളിങ്ങനെ എന്ത് ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയില്ലേ, അറിയില്ല. നല്ലവരാ, ഒന്നും ചെയ്യാറൊന്നുമില്ല. സത്യം ഞങ്ങൾ ഇതുവരെ ആർക്കും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരാളിനെ സ്ട്രൈക്ക് കൊടുക്കുക ഇതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരെ പ്രാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കട്ടെ ചിലപ്പോൾ ആൾക്കാർ ഇത്രയും ഓരോന്ന് പറഞ്ഞിട്ടും കൂടി ഞാൻ എവിടേക്ക് ഉണ്ടാകാതെ മുന്നിലേക്ക് ഇങ്ങനെ പോണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു ബൈക്കിന്റെ പ്രശ്നം തന്നില്ലേ, ഞാൻ ആദ്യം ഒരു ഫേസ്ബുക്കിന്റെ പേജ് തുടങ്ങി. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫണ്ടിന്റെ കാര്യം കാരണപ്പോ അങ്ങനെ മറ്റേ തുടങ്ങി. 30,000 ഫോളോവേഴ്സായി. പേജ് തുടങ്ങി സെറ്റ് ചെയ്ത്. പക്ഷെ അത് മോട്ടിവേഷൻ ഇവളായില്ല. ഫേസ്ബുക്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അവസാന സമയത്തിന് അറിയുള്ളൂ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇപ്പൊ റെഡി ആയി തോന്നണോ എനിക്കറിയില്ല. അപ്പൊ അതെന്നാ തുടങ്ങിയപ്പോ റെഡി ആവണമെന്നില്ല. ഞാനൊരു വർഷത്തോളമായിട്ട് അതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. ഈ പേജ് ഫേസ്ബുക്കിനെ പറ്റി ആർക്കും അറിയണമില്ല. അപ്പൊ അത് റെഡി ആവണമെന്നല്ല. ഈ ഒരു ബൈക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന ആ സമയത്തില്ലേ ആൾക്കാർ എന്നെ തെറി പറയുമ്പോൾ ആ മോട്ടിവേഷൻ ആ 30,000 ഫോളോവേഴ്സ് ഉണ്ടാകുന്ന പേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു പേജ് തുടങ്ങി ഫേസ്ബുക്കിൽ. ആ വീഡിയോ പെട്ടെന്ന് 8.2 മില്യൺ വ്യൂസ് ആയി. കാരണം ഇവിടെ ഞങ്ങളൊരു പ്രാങ്ക് ആയിരുന്നു ഇവിടെ തല്ലണത്. അത് ഫേസ്ബുക്കിൽ എത്ര മില്യൺ കണക്കിന് വ്യൂസ് ആയി. പെട്ടെന്ന് ആ ബൈക്കിന്റെ പ്രശ്നം നടക്കുമ്പോൾ ഫേസ്ബുക്കിന്റെ മോട്ടിവേഷൻ എനേബിൾ ആയി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അത്ര ആൾക്കാർ തെറി പറഞ്ഞപ്പോ ഇപ്പുറത്തേക്ക് സന്തോഷം കിട്ടി. കാരണം മോട്ടിവേഷൻ എനേബിൾ ആയി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ 3 ലക്ഷം ഇപ്പൊ എല്ലാം സെറ്റ് അടിപൊളിയായിട്ട് പോകണം. കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഇന്റർവ്യൂസ് യൂട്യൂബ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് അത് നമുക്ക് തന്നെ കിട്ടിയതിൽ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനി പുതിയൊരു ലൈഫാന്ന് പറഞ്ഞല്ലോ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി അടിപൊളി കാര്യങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ട് നല്ല സെറ്റ് ആയിട്ടൊക്കെ പോട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.